നിങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് എവിടെ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക് നിരന്തരമായി വിമർശനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ശത്രുതാ മനോഭാവത്തോടുകൂടി പലരും പെരുമാറുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണെന്നും നിങ്ങൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ നിരന്തരമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ തോതിലുള്ള അപകടം ഇസ്ലാമിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലല്ല അതിനെ നോക്കിക്കാണുന്നത്. മറിച്ച് ഈ കാലഘട്ടത്തിലും ഇസ്ലാം പ്രസക്തമാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാധുനികതയോട് സംവദിക്കാൻ മാത്രം സംവേദനക്ഷമതയുള്ള ഒരു ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് ഈ കാലഘട്ടത്തിൽ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ക്യാമ്പയിനുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നത് ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ സ്വാഭാവികമായിട്ടാണ്. നിർബന്ധ മതപരിവർത്തനങ്ങളിലൂടെയോ ഏതെങ്കിലും വിധേനയുള്ള ആസൂത്രിതമായ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കിയോ അല്ല കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാം കടന്നു വന്നത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. വാസ്കോഡഗാമയും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ കേരളത്തിലേക്ക് കടന്നു വന്നത് കച്ചവടക്കാരായിട്ടായിരുന്നു. അതിനൊക്കെ എത്രയോ മുമ്പ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് അറബികളായ കച്ചവടക്കാർ കച്ചവടാവശ്യാർത്ഥം ഇങ്ങോട്ട് കടന്നു വന്നിരുന്നു എന്നത് നമുക്കറിയാം. കച്ചവടക്കാരായി കേരളത്തിലേക്ക് കടന്നു വന്ന അറബികളിലൂടെയാണ് അവർ കച്ചവടത്തിൽ വെച്ചു പുലർത്തിയ സത്യസന്ധതയും വിശ്വസ്തതയും ജീവിതത്തിൽ അവർ പുലർത്തിപ്പോന്ന ഉന്നതമായ മൂല്യങ്ങളും മാനവികതയുടെ ഉജ്ജ്വലമായ മാതൃകകളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാമിൻ്റെ പ്രചരണം നടന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ വളരെ സ്വാഭാവികമായി ഇസ്ലാം കടന്നു വന്ന നമ്മുടെ ഈ നാട്ടിൽ ഇസ്ലാമിനെതിരെ വളരെ ആസൂത്രിതമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കച്ചവടത്തിൽ പുലർത്തിയ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് കാരണമായതെങ്കിൽ ആ കച്ചവടത്തിലൂടെ തന്നെ ഇസ്ലാമിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. ഹലാൽ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ ഒരു ടെർമിനോളജിയാണ്. അവരുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടതുമായ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഹലാൽ, ഹറാം എന്നീ പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഇന്ന് ആ പദം വളരെ വ്യാപകമായ സ്വഭാവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഹലാൽ എന്ന് പറയുന്നതിനെ ഒരു ബിസിനസ് ബ്രാൻഡായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രത്യേക വിഭാഗം ആളുകളൊന്നുമല്ല. മറിച്ച് ഹലാൽ എന്ന് പറയുന്നത് ഇന്ന് ബിസിനസ് മേഖലയിലെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് എന്ന് നമുക്കറിയാം. ആഗോളവൽക്കരണം നടന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ, കച്ചവടത്തിന് ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികളില്ലാത്ത ഈ കാലഘട്ടത്തിൽ, സ്വാഭാവികമായും ലോകത്തുള്ള എല്ലാ ഉപഭോക്താക്കളുടെയും ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് കച്ചവടത്തിൻ്റെ വളരെ സാമാന്യമായ ഒരു മര്യാദയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ബ്രാൻഡായി ആഗോളതലത്തിൽ രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമായി അറിയപ്പെടുന്ന ചൈനയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും എല്ലാ പ്രൊഡക്റ്റുകളിലും നിങ്ങൾക്ക് ഹലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് കാണാൻ സാധിക്കും. 65% വരുന്ന ആളുകൾ ദൈവവിശ്വാസികളല്ലാത്തവരാണെന്ന് കരുതപ്പെടുന്ന ഒരു നാടാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. ആ ചൈനയിൽ ഇസ്ലാമിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ വിശ്വാസ അനുഷ്ഠാനങ്ങൾക്കെതിരെ ചരിത്രത്തിലും വർത്തമാനത്തിലുമൊക്കെ വളരെ ഭീകരമായ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ചൈന. ആ ചൈനയിലുള്ള ഉയ്ഗൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 10 ലക്ഷത്തോളം വരുന്ന മുസ്ലിം സമൂഹമാണ്. ഒരു തുറന്ന ജയിലെന്നോ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പെന്നോ പറയാൻ പറ്റുമാറ് അവരുടെ വീടുകളിൽ നിന്നും അവരുടെ ക്യാമ്പുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ അവരുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ട് വളരെ ഭീകരമായി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളിലും നിങ്ങൾക്ക് ഹലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് കാണാൻ സാധിക്കും. കേരളത്തിൽ ഹലാൽ എന്ന് പറയുന്നത് ഇന്ന് വലിയ തോതിൽ വിവാദമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് സ്വഭാവത്തിലാണത് വിവാദമായി കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം. ശബരിമലയിൽ അരവണപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ശർക്കരയുടെ പാക്കറ്റിന് മുകളിൽ ഹലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് വന്നപ്പോൾ ഇവിടെയുള്ള സംഘപരിവാറുകൾ അതിനെ വലിയ തോതിൽ ഇസ്ലാം വിരുദ്ധതക്കുള്ള ഒരു ആയുധമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത്, ശബരിമലയിലേക്ക് വരുന്ന ഭക്തന്മാരായ ആളുകളെ മതം മാറ്റാൻ വേണ്ടി ജിഹാദികൾ അവിടെയുള്ള അരവണപ്പായസത്തിലേക്ക് കൊണ്ടുവന്ന ശർക്കരയിൽ ഹലാല് കലർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണമാണ് കേരളത്തിൻ്റെ മണ്ണിൽ അടുത്ത കാലത്ത് നടന്നത് എന്ന് നമുക്കറിയാം. അവസാനം അതിനെക്കുറിച്ചുള്ള അന്വേഷണം എത്തിപ്പെട്ടത് മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഒരു ശിവസേനക്കാരനായ ഒരു വ്യക്തിയുടെ ഒരു ഹിന്ദുത്വ ആശയത്തിൽ അധിഷ്ഠിതമായി രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കമ്പനിയിൽ നിന്നാണ് ശബരിമലയിലേക്ക് അരവണപ്പായസം ഉണ്ടാക്കാൻ ശർക്കര കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാംസവിൽപ്പന കമ്പനികളിൽ ഒന്നാണ് അൽ കബീർ എന്ന് പറയുന്ന കമ്പനി. അൽ കബീർ എന്ന് പറയുന്ന കമ്പനി നടത്തുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരനല്ല, മറിച്ച് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അഥവാ സാക്ഷാൽ RSSന്റെ രാഷ്ട്രീയ ഉള്ളടക്കവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ പേരാണ് അൽ കബീർ എന്ന് പറയുന്ന കമ്പനി. ആ അൽ കബീർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബീഫ് ഉൾപ്പെടെയുള്ള മാംസാഹാരങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാംസം അല്ലെങ്കിൽ ബീഫ് വീട്ടിനകത്ത് സൂക്ഷിച്ചു എന്നാരോപിച്ചുകൊണ്ട് നിരപരാധികളായ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് ഉൾപ്പെടെയുള്ള മാംസവിൽപ്പന നടത്തുന്ന കമ്പനികൾ എന്നതാണ് നാം മനസ്സിലാക്കുന്ന വസ്തുത. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന എല്ലാ മാംസ ഉൽപ്പന്നങ്ങളിലും ഹലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ അവരുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഹലാൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ എന്തിനാണ് ഇത് ആമുഖമായി സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദാവലികളും ടെർമിനോളജികളുമെല്ലാം നിരന്തരമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ആസൂത്രിതമായി ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ, മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ വികൃതമായി ചിത്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ ഈ ക്യാമ്പയിനുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നത് പോലെ നിരന്തരമായി ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തിയ ആളുകൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ളത്, ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു ക്യാമ്പയിനുമായി ഈ പ്രസ്ഥാനം സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ലോകത്ത് ആദ്യത്തെ സംഭവമല്ല എന്ന് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള ഒന്നാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നതും. ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പലരും പല കാലഘട്ടത്തിലും വളരെ ക്രൂരമായ അക്രമങ്ങൾ അതിനെതിരെ അഴിച്ചുവിട്ടിട്ടുണ്ട് എന്ന ചരിത്രത്തെ ലോകത്തിൻ്റെ ചരിത്രമറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമാർത്ഥമാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ ഇസ്ലാം വിരുദ്ധതയുടെ അല്ലെങ്കിൽ ഇസ്ലാം വിമർശനത്തെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി, ഒരു രാഷ്ട്രീയ ആയുധമായി ആഗോളതലത്തിൽ ഒരുപക്ഷെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത് 1991 മുതൽക്കാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1991 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത, അന്നാണ് USSR എന്ന് പറയുന്ന സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് തകർന്ന് തരിപ്പണമാകുന്നത്. ഗോർബച്ചേവ് എന്ന് പറയുന്ന USSRന്റെ അന്നത്തെ പ്രസിഡന്റ് പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയതിലൂടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് ചിതലരിക്കുന്ന പുസ്തകത്തിൻ്റെ താളുകളിൽ മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലാസ് പ്രത്യയശാസ്ത്രമായി ചുരുട്ടപ്പെട്ട വർഷത്തിൻ്റെ പേരുകൂടിയാണ് 1991 എന്ന് പറയുന്ന വർഷം. 1922 കമ്മ്യൂണിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി. 1991 അത് ചരമമടയുമ്പോൾ അത് ലോകത്ത് പുതിയ ഒരു അധ്യായത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു എന്ന് ചരിത്രമറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സാമ്രാജ്യത്വ ശക്തികൾ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമായി അതുവരെ ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ എന്നൊക്കെ നമ്മൾ പറയുന്ന രണ്ട് അധികാര ശക്തികൾ തുല്യ ശക്തികളായി നിലനിന്നുകൊണ്ട് ലോകത്ത് നിലനിന്നിരുന്ന ശീതസമരം എന്ന് പറയുന്ന കോൾഡ് വാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രക്രിയ ലോകത്ത് അവസാനിക്കുകയും ദ എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് ഫുക്കുയാമയെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ട് ഇനി ലോകത്ത് സാമ്രാജ്യത്വത്തിൻ്റെ അമേരിക്കയുടെ ചരിത്രമാണ് ലോകത്ത് ആരംഭിക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം നടന്ന കാലഘട്ടമായിരുന്നു 1991 എന്ന് പറയുന്ന വർഷം. പക്ഷെ അങ്ങനെ സാമ്രാജ്യത്വത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. സാമ്രാജ്യത്വത്തിന് എന്നല്ല, കമ്മ്യൂണിസത്തിനാണെങ്കിലും സാമ്രാജ്യത്വത്തിനാണെങ്കിലും സയനിസത്തിനാണെങ്കിലും ഫാഷിസത്തിനാണെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഒരു ശത്രു നിർബന്ധമായും അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വത്തിന് മുന്നോട്ട് പോകാൻ ഒരു പുതിയ ശത്രുവിനെ അവർ കണ്ടെത്താൻ ബാധ്യസ്ഥരായി മാറുകയാണ്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ 1990കളുടെ ആ ഒരു തുടക്കത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ലോകത്ത് സാമ്രാജ്യത്വത്തിന് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമിനെ അവർ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഒരുതരം പ്രൊപ്പഗണ്ട വാർ, ഒരുതരം പ്രചരണ യുദ്ധം ആഗോളതലത്തിൽ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 2001 സെപ്റ്റംബർ 11 എന്ന് പറയുന്ന
മറ്റൊരു ദിവസം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. 2001 സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം, ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള, ഏറ്റവും വലിയ കുറ്റാന്വേഷണ സംവിധാനമുള്ള, ഏത് ചെറിയ ഇലയനക്കങ്ങൾ പോലും കാണാനുള്ള സംവിധാനമുള്ള ആ രാജ്യത്തിനകത്ത് പട്ടാപ്പകൽ നമ്മളെല്ലാം ലൈവായി നോക്കിയിരിക്കെ അമേരിക്കയുടെ തന്നെ 7ഓളം വരുന്ന വിമാനങ്ങൾ റാഞ്ചിയെടുത്തുകൊണ്ട് അൽ ഖാഇദയുടെ ഭീകരവാദികൾ എന്നാരോപിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തിന്റെ വ്യാപാര സമുച്ചയം എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് സെന്ററും അമേരിക്കയുടെ ആഭ്യന്തര ആസ്ഥാന കേന്ദ്രമായ പെന്റഗണും ഭീകരവാദികളാൽ തകർക്കപ്പെടുന്ന ദിവസത്തിന്റെ പേരാണ് 2001 സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ദിവസം. ആ സംഭവം എങ്ങനെയാണ് നടന്നത്, ആരായിരുന്നു അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ അജണ്ട എന്ന ചോദ്യങ്ങൾ 20 വർഷങ്ങൾക്കിപ്പുറം ഒരു ചോദ്യചിഹ്നമായി ലോകത്തിന്റെ മുമ്പിൽ ഇന്നും അവശേഷിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകന്മാരും അതുപോലെ തന്നെ ലോകത്ത് ഈ സംഭവങ്ങളെ ആധികാരികമായി വിശകലനം ചെയ്ത പണ്ഡിതന്മാരുമെല്ലാം അതിന്റെ പിന്നിലുള്ള നിഗൂഢമായ യാഥാർത്ഥ്യങ്ങളുടെ ചുരുളഴിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെടുന്ന ആ ദിവസത്തിൽ അതിനകത്ത് ജോലി ചെയ്തിരുന്ന 4000ഓളം വരുന്ന ജൂതന്മാർ അതിനകത്തുണ്ടായിരുന്നില്ല എന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. ഞാൻ അതിന്റെ ചരിത്രം പറയാൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് 2001 സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ലോകത്ത് ഞെട്ടിച്ച ആ ഭീകരാക്രമണം നടന്നതിന് ശേഷമാണ് ലോകത്ത് ഇസ്ലാമിനെതിരെയുള്ള പ്രചരണങ്ങൾ, ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ചെറിയ കുട്ടികളുടെ നാവിൻ തുമ്പിൽ പോലും തത്തിക്കളിക്കുന്ന ഒരു പദപ്രയോഗമായി ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രയോഗം മാറി ഇസ്ലാമിനെതിരെ നിരന്തരമായ പ്രചരണങ്ങൾ. അത് ഭീകരവാദമാണ്, അത് തീവ്രവാദമാണ്, അത് ലോകത്തിന്റെ സമാധാനം തകർക്കുന്ന ഒരു ദർശനത്തിന്റെ പേരാണ്. അത് 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വത്തെ പേറുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയോട് സംവദിക്കാൻ സംവേദനക്ഷമതയില്ലാത്ത ഒരാശയത്തിന്റെ പേരാണ്. അത് ലോകത്ത് തകർക്കപ്പെടേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന സ്വഭാവത്തിൽ ഇസ്ലാമിന് നേരെ നിരന്തരമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട ഒരു കാലഘട്ടമായിരുന്നു 2001 ശേഷമുള്ള ലോകത്തിന്റെ ചരിത്രം എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലോകം മുന്നോട്ട് പോകുമ്പോഴാണ് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് സംഘ് പരിവാറിന്റെ RSSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എന്ന് കാണാം. അതുവരെ ലോകത്ത് നിലനിന്നിരുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരു പൊതുവായ സ്വഭാവത്തിൽ ഇന്ത്യ രാജ്യത്തിലും ഇസ്ലാമോഫോബിയ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘ് പരിവാർ ഗവൺമെന്റ് അധികാരമേറ്റതോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇസ്ലാം വിരുദ്ധതയുടെ തറപ്പുറത്താണ് എന്ന് പറയാൻ സാധിക്കുമാറ് നിരന്തരമായി ഇസ്ലാമിനെതിരെയുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷവും മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പും ഒരു രാഷ്ട്രീയ ആയുധമായി വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 2014 മുതൽ ഇന്ത്യ രാജ്യത്ത് സംഘ് പരിവാർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് 2021 ഈ ഡിസംബർ മാസം 22-ാം തീയതി നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എത്രമാത്രം ഇസ്ലാം വിരുദ്ധതയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ച പരമാർത്ഥമാണ് എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഭരണകൂടം പാർലമെന്റിനകത്ത് യാതൊരുവിധ ചർച്ചകളുമില്ലാതെ ജനാധിപത്യത്തിന്റെ സകലവിധ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അംഗീകരിക്കാതെ ഓരോ ദിവസങ്ങളിലും പാർലമെന്റിനകത്ത് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഞാനും നിങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഉന്മൂലനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംഘ് പരിവാർ ഗവൺമെന്റ് ഈ രാജ്യത്ത് അവരുടെ ഭരണവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ജനോപകാരപ്രദമായ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ വികസനവും പുരോഗതിയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിഷ്കരണങ്ങളും ഈ രാജ്യത്ത് കൊണ്ടുവരുന്നില്ല. ഓരോ വർഷങ്ങൾ കഴിയും തോറും ഹങ്കർ നമ്മുടെ രാജ്യത്തിന്റെ
ദാരിദ്ര്യം എന്ന് പറയുന്ന ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ദാരിദ്ര്യത്തിന്റെ പട്ടിക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനിനേക്കാൾ, ബംഗ്ലാദേശിനേക്കാൾ, പാകിസ്ഥാനിനേക്കാൾ, നേപ്പാളിനേക്കാൾ പിറകിലേക്ക് ഓരോ ദിവസങ്ങൾ കഴിയും തോറും, ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ രാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം ഓരോ ദിവസങ്ങൾ കഴിയുന്നതും ദുസ്സഹമായി കൊണ്ടിരിക്കുമ്പോൾ ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം കണക്കെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗമായ കർഷകരായ ആ ജനങ്ങൾ ഒരു വർഷക്കാലം അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം വന്നുവെങ്കിൽ ആ സമരത്ത് അതിന്റെ അന്ത്യം കുറിക്കുന്നതിന് മുമ്പ് 700ഓളം വരുന്ന രക്തസാക്ഷികളെ ഉണ്ടാക്കേണ്ട ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സമരമായി എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ കർഷക സമരം രേഖപ്പെടുത്തപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടല്ല ഇന്ന് സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. കശ്മീരിന്റെ അവരുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുവാനുള്ള സംവിധാനം കോടതി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സംവിധാനം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി, ശിലാന്യാസം നടത്തി, അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ CAA NRC എന്ന് പറയുന്ന അത്യധികം ഭീകരമായ ഒരു രാജ്യത്തും മതത്തിന്റെ പേരിൽ പൗരത്വം സ്വീകരിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളെ ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ രാജ്യമെന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറിക്കൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള അജണ്ടയുമായി CAA NRC എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി, വളരെ ആസൂത്രിതമായി മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പിനെയും വിദ്വേഷത്തെയും ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതതിൻ്റെ ഭീമാകാരമായ അവസ്ഥയിലേക്ക് ഓരോ നാളുകൾ കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായ അവസ്ഥയാണെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സംഘപരിവാറിന് ഒരു തവണ ഒരു MLA കൊണ്ട് അക്കൗണ്ട് തുറന്നുവെങ്കിൽ ആ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് ഒരു MLA പോലും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം ഇന്ന് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു തുരുത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് പൊതുവായി നിലനിൽക്കുന്ന ഇസ്ലാം വിരുദ്ധതയേക്കാൾ ഭീകരമായ സ്വഭാവത്തിൽ ഇസ്ലാമിനെതിരെയുള്ള നിരന്തരമായ പ്രചരണങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിൽ പല വിധത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിനെ നമുക്കാർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന്റെ പണി വളരെ എളുപ്പമാക്കി കൊടുക്കാൻ ഇവിടെ പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ മറ പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രയാസമുണ്ട്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അത് CPM ആണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് ഇന്ന് ആ സ്വഭാവത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. കേരളത്തിന്റെ മണ്ണിലും കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അവർ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ദർശനം ഈ ആധുനിക കാലഘട്ടത്തിന്റെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ മുമ്പിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന, അവർക്കിടയിൽ ആ നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ആളെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല കമ്മ്യൂണിസം എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായിട്ടറിയാം. ഇന്ന് ലോകത്തെവിടെയും
എവിടെയും ആ നിലക്ക് കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ല. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന അതല്ലെങ്കിൽ പിന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ മാർക്സിസത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആ നിലക്കുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ഒരു ഭാഗങ്ങളിലും നടക്കുന്നില്ല. എന്നല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം പോലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കമ്മ്യൂണിസം ഉണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരടിസ്ഥാനത്തിൽ അവിടെ കമ്മ്യൂണിസം ഉണ്ട്. അഥവാ ജനാധിപത്യ വിരുദ്ധത എന്ന ഒരു അടിസ്ഥാനത്തിൽ ചൈനയെ നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയാം. അവിടെയുള്ള പ്രസിഡന്റ് ആജീവനാന്ത പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്നത് വരെ മറ്റൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനോ മറ്റൊരു ഭരണാധികാരിയെ ജനങ്ങളുടെ താല്പര്യപ്രകാരം കണ്ടെത്തുവാനോ അധികാരമില്ലാത്ത ഒരു രാജ്യത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്നത്. അവിടെ മതസ്വാതന്ത്ര്യമില്ല, അവിടെ ജനങ്ങൾക്ക് മറ്റു വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കപ്പെടുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, മതസ്വാതന്ത്ര്യമില്ലാത്ത, ജനാധിപത്യ മൂല്യങ്ങൾ ഒട്ടുമേ പരിഗണിക്കാത്ത ഒരു രാജ്യം എന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് ചൈനയെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയാൻ കഴിയും. പക്ഷേ അവിടെയുള്ള സാമ്പത്തികം യഥാർത്ഥത്തിൽ സോഷ്യലിസം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഇന്ന് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിളായ സംവാദത്തിൽ ഏർപ്പെടേണ്ട, അല്ലെങ്കിൽ അത് മറ്റു പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള ഒന്നാണ്. അഥവാ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വം ഇല്ലാതായി മാറുകയും അത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സാമ്രാജ്യത്വം ലോകത്തിന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയും. അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസം അല്ല, അവിടെ സാമ്പത്തികമായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റലിസമാണ്. മുതലാളിത്തത്തിന്റെ സാമ്പത്തിക അജണ്ടകൾ നടപ്പിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു രാജ്യത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി ലോകത്ത് ഇന്ന് ആ നിലക്ക് എവിടെയും പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസം എന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ സമൂഹ മധ്യത്തിൽ സംവദിക്കുവാനുള്ള ഒരു ചങ്കുറപ്പ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണിക്കുന്നില്ല എന്നതും നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ ഒരു കാലം, ഒരു നൂറ്റാണ്ടോളം വരുന്ന കാലഘട്ടമാണ് ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം ആ നിലക്ക് നിലനിന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിന്റെ ചരിത്രം പ്രായോഗികമായി കമ്മ്യൂണിസം നടപ്പിലാക്കപ്പെട്ട രാജ്യങ്ങളുടെ അവസ്ഥകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്ര ഭീകരമായി മനുഷ്യ സമൂഹത്തിന്റെ അപകടകരമായി സ്വാധീനിച്ച ഒരു ദർശനം ലോകത്ത് വേറെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 9.5 കോടി ജനങ്ങളെ ലോകത്ത് യമപുരിയിലേക്ക് അകച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കേരളത്തിലുള്ള മൊത്തം ജനസംഖ്യയുടെ 3 ഇരട്ടിയിലധികം വരുന്ന ജനങ്ങളെ വളരെ ചെറിയ ഒരു കാലയളവിനുള്ളിൽ കൊലവിളിച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിൽ 6.5 കോടിയോളം വരുന്ന ജനങ്ങളെ കൊന്നത് കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരൊറ്റ ഭരണാധികാരിയായിരുന്നു എന്ന ചരിത്ര വസ്തുതയെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അവരുടെ വർഗശത്രുക്കളായ കമ്മ്യൂണിസത്തിന്റെ മറുപക്ഷത്ത് നിന്ന ആളുകളെ മാത്രമല്ല കൊന്നത്, സ്വന്തം പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല, സ്വന്തം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ മാത്രമല്ല, അവരുടെ ഏറ്റവും പരമോന്നത നേതാക്കന്മാരെ വരെ, അഥവാ ലെനിൻ കഴിഞ്ഞാൽ ഒരു കാലത്ത് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്ന ട്രോട്സോയ് ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലും കൊലവിളിച്ചാണ് ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം അതിഭീകരമായി ലോകത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് സ്റ്റാലിൻ എത്രത്തോളം മനുഷ്യരെ കൊന്നിരുന്നു എന്നതിനെ നമുക്ക് പഠിക്കാൻ സാധിക്കുമ്പോൾ VR കൃഷ്ണയ്യർ എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രഗത്ഭനായ നേതാവ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് എഴുതിയ ഒരു ചെറിയ പുസ്തകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൂടെ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പുസ്തകത്തിൽ ഒരു കൊച്ചു സംഭവം പറയുന്നുണ്ട്. അഥവാ ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ നേതാവ്, അദ്ദേഹം ഹുക്ക വലിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം അദ്ദേഹം സാധാരണ വലിക്കുന്ന ഹുക്ക അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കാണുന്നില്ല. ഹുക്ക
ഹുക്ക കാണാതായപ്പോൾ അദ്ദേഹം അത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം അത് അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന്, അഥവാ സ്റ്റാലിന്റെ പോക്കറ്റിനകത്ത് തന്നെ ആ ഹുക്കയുണ്ടായിരുന്നു. ആ ഹുക്ക കണ്ടെത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അന്വേഷണം അവസാനിപ്പിക്കാം, ഹുക്ക കണ്ടെത്തിയിരിക്കുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സോറി, അന്വേഷണം കുറച്ച് മുന്നോട്ട് പോയി. അന്വേഷണം മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, 4 പേര് ആ കുറ്റം ഏറ്റെടുക്കുകയും ആ 4 പേരെ ഞാൻ തൂക്കിക്കൊല്ലുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ, എത്ര നിസ്സാരമായിട്ടാണ്, എത്ര ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരെ കൊന്നിരുന്നത് എന്ന് കമ്മ്യൂണിസത്തിന്റെ ഈ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, ലോകത്തിന്റെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ലോകത്ത് ഇത്രമാത്രം ഭീകരമായി നമുക്കറിയാം. 1922 കമ്മ്യൂണിസ്റ്റ് രാജ്യം റഷ്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുമ്പോൾ സാർ ചക്രവർത്തിമാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസം റഷ്യയിൽ രൂപപ്പെട്ടു വരുമ്പോൾ 26,000-ഓളം വരുന്ന മസ്ജിദുകൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന റഷ്യ എന്ന് പറയുന്ന രാജ്യത്തുണ്ടായിരുന്നു. 1941-ലെത്തുമ്പോൾ, അഥവാ വെറും 19 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 26,000 മസ്ജിദുകൾ ഉണ്ടായിരുന്ന ആ റഷ്യയിൽ 1000-ൽ താഴെയുള്ള മസ്ജിദുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ, ഈ രാജ്യത്ത് മനുഷ്യരെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രം മാത്രമല്ല, ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ, ഇസ്ലാമിന്റെ ആരാധനയുടെ കേന്ദ്രമായ, ഇസ്ലാമിന്റെ ഒരുപാട് പൈതൃകങ്ങളുടെ ചരിത്രം പറയാനുള്ള ആ രാജ്യത്ത് ഇസ്ലാമിന്റെ ധാരാളം പൈതൃകങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ വിശുദ്ധ ഖുർആൻ പോലും കത്തിച്ച്, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനും മുസ്ഹഫുകളുമൊക്കെ കത്തിച്ചതിന്റെ എത്രയോ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. കേവലം മനുഷ്യരെ കൊന്നുതള്ളുക എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്വഭാവത്തിൽ സൈബീരിയൻ മഞ്ഞുമലകളിലേക്ക്, അതുപോലെ തന്നെ കസാക്ക് മരുഭൂമികളിലേക്ക് പാവപ്പെട്ട മനുഷ്യന്മാരെ വലിയ വലിയ ബോഗികളിൽ കുത്തിനിറച്ചുകൊണ്ട്, നമുക്കറിയാം വാഗൺ ട്രാജഡി എന്ന് പറയുന്ന നമ്മൾ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ ബ്രിട്ടീഷുകാരുടെ അപകടകരമായ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ബോഗിക്കകത്ത് 100-ഓളം വരുന്ന ആളുകളെ കുത്തിനിറച്ചുകൊണ്ട് 72-ഓളം വരുന്ന ആളുകൾ രക്തസാക്ഷികളായി മാറിയ ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരുന്ന ആ വാഗൺ എന്ന് പറയുന്ന സംഭവം, അത് നമ്മൾ റഷ്യയുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വാഗണല്ല, 100 കണക്കിന് വാഗണുകളിൽ ഇതുപോലെ മനുഷ്യരെ കുത്തി നിറച്ചുകൊണ്ട് സൈബീരിയൻ മഞ്ഞുമലകളിലും അതുപോലെ തന്നെ കസാക്കിന്റെ മരുഭൂമികളിലും കൊണ്ടുപോയിട്ടുകൊണ്ട് ആ മനുഷ്യരെ അവരുടെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട്, അവിടെ പുഴുവും അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവുകളുമൊക്കെ പൊട്ടിയൊലിച്ചുകൊണ്ട് ദുരന്തമായ ജീവിതം നയിച്ചുകൊണ്ട് അവസാനം മരിച്ചു പോകുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ മരിച്ചുപോയ ഒരു രാജ്യത്തിന്റെ പേരാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. ആ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം അവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനമാണ് ആ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നതുകൊണ്ടായിരുന്നു എന്ന വസ്തുത എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത ചരിത്ര വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. മാവോ സേതുങ് എന്ന് പറയുന്ന ചൈനയിൽ അത്യധികം കിരാതമായ ഭരണം, റെഡ് ആർമി എന്ന് പറയുന്ന അല്ലെങ്കിൽ റെഡ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന് കൊലവിളിച്ച, അതുപോലെ തന്നെ മസ്ജിദുകൾ ആ നാട്ടിൽ തകർത്ത് തരിപ്പണമാക്കിയ, വിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ കത്തിച്ചു കളഞ്ഞ എത്രയോ സംഭവങ്ങൾ ചൈനയിൽ നമുക്ക് കാണാൻ സാധിക്കും. കംബോഡിയ എന്ന് പറയുന്ന കമ്മ്യൂണിസം നടപ്പിലാക്കിയ മറ്റൊരു രാജ്യം, പോൾ പോട്ട് എന്ന് പറയുന്ന അത്യധികം ഭീകരനായ ഒരു ഭരണാധികാരി, എത്ര ഭീകരമായിട്ടാണ് അവിടെയുള്ള ചാം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉൾപ്പെടെ അവിടെയുള്ള ജനവിഭാഗങ്ങളെ വളരെ കൃത്യമായ പിന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എത്രയെത്ര മനുഷ്യരെയാണ്, നിരപരാധികളായ മനുഷ്യരെ കൊന്നുകളഞ്ഞത് എന്ന ചരിത്രം നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ലോകത്തിലെ ഒരുപാട് യാത്രകൾ നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഈ സന്ദർഭത്തിലും നിങ്ങൾക്ക് യൂട്യൂബിൽ പരതി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കംബോഡിയ എന്ന് പറയുന്ന ആ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പോൾ പോട്ട് നടപ്പിലാക്കിയ ക്രൂരമായ അത്യധികം കിരാതമായ ഉന്മൂലനത്തിന്റെ പേരിൽ 1 കോടിയോളം വരുന്ന ജനങ്ങൾ മരണപ്പെട്ടപ്പോൾ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ തലക്കടിച്ചു കൊന്നിരുന്ന ആ മരത്തിന്റെ തടി ഇന്നും നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ സാധിക്കും. അവിടെ പാർപ്പിച്ചിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്ന് സ്കൂളുകളാണ്. ആ സ്കൂളുകളിൽ ഇന്നും അവരുടെ പേരുകൾ എഴുതി വെച്ച, ആ രക്തസാക്ഷികളുടെ പേരുകൾ എഴുതി വെച്ച
സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ ലോകത്തിന്റെ തുടക്കം മുതൽ കമ്മ്യൂണിസത്തിന്റെ അവസാനം വരെയുള്ള ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ദർശനത്തിന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ചങ്കുറപ്പോടുകൂടി ഇത്തരം ഒരു ദർശനത്തെ ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആകെ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശം മാത്രമാണ്. 35 വർഷക്കാലം ഭരണം നടത്തിയ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് ഇന്ന് അവിടെ ഒരു MLA പോലുമില്ല. അവരുടെ പാർട്ടി ഓഫീസുകൾ ഇന്ന് സംഘപരിവാറുകളുടെ ഓഫീസുകളാണ്, കാവിക്കൊടി പാറിപ്പറക്കുന്ന ഓഫീസുകളാണ്. എന്തുകൊണ്ട് 35 വർഷക്കാലം ഭരണം നടത്തിയ ആ സംസ്ഥാനത്തിനകത്ത് ഒരു MLA പോലുമില്ലാത്ത പാർട്ടിയായി എന്തുകൊണ്ട് CPM മാറിയെന്ന് അവർ കൃത്യമായി ഈ സന്ദർഭത്തിൽ പഠിക്കുകയും അവർ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവരുണ്ടായിരുന്ന മറ്റൊരു സംസ്ഥാനമായിരുന്നല്ലോ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം. ആ ത്രിപുരയിലും ഇന്നവർക്ക് കാലുകുത്താൻ സാധിക്കുകയില്ല. അവിടെ നിന്ന് അവർ പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ ആകെ നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു തുരുത്താണ്. ആ കേരളത്തിന്റെ തുരുത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, വളരെ കൃത്യമായി അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായി അവർ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനോടും മുസ്ലിം സമുദായത്തോടുമുള്ള വെറുപ്പിനെയും വിദ്വേഷത്തെയും രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് അവർ ഇന്ന് രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളും അവരുടെ ഓരോ നിലപാടുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ കേരളത്തിന്റെ ചർച്ച എന്തായിരുന്നു? CPM കേരളത്തിൽ ഉയർത്തിപ്പിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധതയായിരുന്നു. ഹാഗിയ സോഫിയ മസ്ജിദ് എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു മസ്ജിദ് അവിടെയുള്ള ഗവൺമെന്റും കോടതിയും ഒക്കെ പള്ളിയാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ കേരളത്തിന്റെ മണ്ണിൽ വളരെ കൃത്യമായ ഇസ്ലാം വിരുദ്ധതയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് CPMന്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി തന്നെ ആ വിഷയം പുറത്തെടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഇസ്ലാം വിരുദ്ധത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കകത്ത് ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആളിക്കത്തിച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വളരെ കൃത്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കേരളത്തിൽ 2021 ഏപ്രിൽ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടെയുള്ള CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം വിരുദ്ധതയായിരുന്നു. മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് എന്നതിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇവിടെയുള്ള പ്രതിപക്ഷമായ UDF എന്ന് പറയുന്ന സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ എന്ന് പറയുന്ന 3 ത്രിമൂർത്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ UDF എന്ന് പറയുന്ന സംവിധാനത്തെ മുസ്ലിം സമൂഹം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ആ മുസ്ലിം സമൂഹത്തെ ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന സ്വഭാവത്തിൽ UDFന്റെ അന്നത്തെ കൺവീനറായിരുന്ന MM ഹസൻ എന്ന് പറയുന്ന മുസ്ലിം നേതാവ്, അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ MI അബ്ദുൽ അസീസ് സാഹിബ്, ഈ 3 പേരാണ് കേരളത്തിന്റെ UDFനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയത് എന്നതിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. എന്താണ് കേരളത്തിൽ ഈ 3 ആളുകൾ UDFനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അഥവാ വളരെ കൃത്യമായി മുസ്ലിങ്ങളായ ആളുകൾ കേരളത്തിൽ വലിയ തോതിലുള്ള ആധിപത്യം ചെലുത്താൻ വേണ്ടി പോവുകയാണ്. അവർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ കുഴപ്പക്കാരാണ്. മുസ്ലിങ്ങളുടെ കയ്യിൽ ഈ നാടിൻ്റെ അധികാരം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം അപകടത്തിൻ്റെ ഗർത്തങ്ങളിലേക്ക് ആപതിച്ചു പോകുമെന്ന ഒരു സ്വഭാവത്തിലുള്ള കൃത്യമായ ഒരു സമവാക്യത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അഭിമുഖീകരിച്ചത് എന്നതിനെ നമുക്കാർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ആ സന്ദർഭത്തിൽ കേരളത്തിൽ വലിയ തോതിൽ
ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള അവകാശങ്ങളും തട്ടിയെടുത്തുകൊണ്ട് അനർഹമായ എന്തൊക്കെയോ സമ്പാദിച്ചുകൊണ്ട് അവർ എത്തിപ്പെടുന്നതിനേക്കാൾ വലിയ തോതിലുള്ള മേഖലകളിലേക്കും സ്ഥാനങ്ങളിലേക്കും പദവികളിലേക്കും ഇവിടെയുള്ള മുസ്ലിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന സ്വഭാവത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്ന ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം. ആ പ്രചരണത്തിന്റെ അടിസ്ഥാനം നമുക്കറിയാം, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. 80-20 അനുപാതം, അഥവാ 80% സ്കോളർഷിപ്പുകൾ മുസ്ലിങ്ങൾക്കും 20% സ്കോളർഷിപ്പ് മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കും എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ മുന്നിൽ വെച്ചുകൊണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ഇവിടെയുള്ള ദലിത് കമ്മ്യൂണിറ്റിയേക്കാൾ പിറകിലാണ് സാമ്പത്തികമായി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലകളിൽ, മറ്റുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങേയറ്റം പിന്നോക്കമാണെന്ന് ഇവിടെ സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയപ്പോൾ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ, അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ കേരളത്തിൽ നിയോഗിക്കുകയുണ്ടായി. കേരളത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നടപ്പിലാക്കേണ്ടത് എന്ന് പഠിക്കാൻ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ശുപാർശയായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് നൽകണമെന്നത്. ആ സ്കോളർഷിപ്പ് 100% മുസ്ലിങ്ങൾക്ക് മാത്രം നൽകണമെന്ന് തീരുമാനിച്ച സ്കോളർഷിപ്പായിരുന്നു അത്. മുസ്ലിങ്ങൾ തന്നെ പിന്നീട് 20% മറ്റുള്ളവർക്ക് കൂടി നൽകുന്ന ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെയാണ് 80-20 എന്ന് പറയുന്ന ആ ഒരു അനുപാതത്തിൽ ആ സ്കോളർഷിപ്പ് വിതരണം നടന്നത്. ആ ഒരൊറ്റ സ്കോളർഷിപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ വലിയ തോതിൽ മുസ്ലിം സമൂഹം അനർഹമായ എന്തൊക്കെയോ നേടിയെടുക്കുന്നു എന്ന പ്രചരണം നടന്നപ്പോൾ അന്നത്തെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളോട് പറയേണ്ടതിന് പകരം അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിച്ചത് എന്നത് നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞിരുന്നു, ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു ധവളപത്രം പുറത്തിറങ്ങുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പറഞ്ഞിരുന്നു. മുസ്ലിം സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നൊരക്ഷരം ആ വിഷയത്തിൽ ഉരിയാടാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അതേപോലെ തന്നെ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കേരളത്തിലെ മുസ്ലിം കൂടിയായ KT ജലീൽ എന്ന് പറയുന്ന മന്ത്രി അന്ന് തയ്യാറായില്ല എന്നൊരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ആ ഒരു ആയുധത്തെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചോദിച്ചുകൊണ്ട് അധികാരത്തിൽ വീണ്ടും വരുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്കറിയാം. അങ്ങനെ മുന്നോട്ട് പോകുന്ന അതിൻ്റെ മുമ്പുള്ള കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഭരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. RSSന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്. കേരളത്തിന്റെ പോലീസിനകത്ത് വളരെ കൃത്യമായി RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ആനി രാജയെ പോലെയുള്ള ആളുകൾ പോലും പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അലയൊലികൾ പല സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് റിയാസ് മൗലവി എന്ന് പറയുന്ന പള്ളിയിലെ ഒരു സാധാരണക്കാരനായ ഇമാമിനെ, നിരപരാധിയായ ഒരു സാധുവായ മനുഷ്യന് ഇരുട്ടിന്റെ മറവിൽ RSSകാർ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞപ്പോൾ ആ കൊന്നവർക്കെതിരെ UAPA കേസില്ല. അതുപോലെ തന്നെ കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അതിദാരുണമായി RSSകാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കൊല ചെയ്യപ്പെട്ട RSSകാർക്കെതിരെ UAPA എന്ന് പറയുന്ന സംവിധാനമില്ല. എന്നാൽ അലൻ എന്ന് പറയുന്ന, ത്വാഹ എന്ന് പറയുന്ന CPMന്റെ തന്നെ മെമ്പർമാരായിരുന്ന 2 മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ എന്തുകൊണ്ടാണ് UAPA ചുമത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പിണറായി വിജയൻ പറഞ്ഞു, അവർ ചായ കുടിക്കാൻ പോയതിന്റെ പേരിലല്ല, മറിച്ച് അവർ ഭീകരവാദ പ്രവർത്തനം നടത്തിയതിന്റെ പേരില്ല. പക്ഷെ അവസാനം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അവരെ വെറുതെ വിട്ടു എന്നതും നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായുണ്ട്. ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്ന
നടന്ന 2 ദാരുണമായ ഇരട്ടക്കൊലകൾ, ആ 2 കൊലകളെയും ജമാഅത്തെ ഇസ്ലാമി നിശിതമായി അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊലപാതകത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് സുചിന്തിതമായ അഭിപ്രായമുണ്ട്. പക്ഷേ വർഷങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM ഉൾപ്പെടെ, RSS ഉൾപ്പെടെ, BJP ഉൾപ്പെടെ, SDPI ഉൾപ്പെടെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ 2 ഇരട്ടക്കൊലകൾ അന്ന് ആലപ്പുഴയിൽ ഉണ്ടായപ്പോൾ അതിന്റെ ഭാഗമായി പിടിക്കപ്പെട്ട ഒരു റിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു രാത്രി മുഴുവനും ക്രൂരമായി തല്ലിച്ചതച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ വേണ്ടി പറയുന്നത് ഉത്തരേന്ത്യയിലെ പോലീസുകാരല്ല, യോഗി ആദിത്യനാഥിന്റെ പോലീസുകാരല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള, പിന്നെ കേരളത്തിന്റെ പുറത്തുള്ള അങ്ങ് ഉത്തരേന്ത്യയിലുള്ള രാഷ്ട്രീയ വൈരം മൂത്തുകൊണ്ട് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഏതോ ഒരു വർഗീയവാദിയല്ല, മറിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാര് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടുകൊണ്ട് അവനെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ശക്തമായി CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ട് എന്നാണ് പത്രമാധ്യമങ്ങളിലുള്ള ചർച്ചകൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ RSSന്റെ താല്പര്യങ്ങൾക്ക് ഏതോ നിലക്ക് കൂട്ടുനിൽക്കുന്ന, RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഒരു ഭരണകൂടമായി കേരളത്തിന്റെ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ നാട്ടിൽ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSCക്ക് വഖഫ് ബോർഡിന്റെ നിയമനം വിട്ടുകൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് 30 വഖഫ് ബോർഡുകളുണ്ട്. സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ UPയിൽ വഖഫ് ബോർഡുണ്ട്, ബീഹാറിലുണ്ട്, അസമിലുണ്ട്, ഒറീസയിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്. RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിട്ടുകൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കേരളത്തിന്റെ PSC മാത്രം വഖഫ് ബോർഡിനെ വിട്ടുകൊടുക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നേ വരെ അഭിമാനത്തോട് ആർജവത്തോടു കൂടി CPMനോ പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഭരണകൂടത്തിനോ എന്തുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1500-ലധികം വരുന്ന ജീവനക്കാർ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡ് PSCക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ സമുദായത്തിൽ നിന്ന് അതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ വന്നപ്പോൾ അതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിഞ്ഞു. അതിനകത്ത് തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയെ നിശ്ചയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ നിയമനം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ PSCക്ക് വഖഫ് ബോർഡ് വിട്ടുകൊടുക്കുന്നു. അതിന്റെ ന്യായം പറയുന്നത് അതിനെ സുതാര്യമാക്കാനാണ്, അന്യായമായ വഖഫിന്റെ സ്വത്തുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്, ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ല PSCക്ക് വിട്ടുകൊടുക്കലല്ല പരിഹാരം, മറിച്ച് അന്യായമായ വഖഫ് വസ്തുക്കൾ പിടിച്ചു വാങ്ങാനുള്ള മറ്റു നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതിനകത്തുള്ള സുതാര്യത കുറവ് പരിഹരിക്കുവാൻ ദേവസ്വം ബോർഡിൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയെ നിശ്ചയിച്ചതുപോലെ ഇതിനകത്തും ഒരു ഏജൻസിയെ നിശ്ചയിച്ചുകൊണ്ട്, കാരണം ഇത് മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് മദ്രസകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് മുസ്ലിം സമുദായത്തിന്റെ ജാരിയായ സ്വതക്കയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അവരുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അവരുടെ ആഖിറത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് ഭക്തരായ തഖ്വയുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യുക എന്നത് വളരെ സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒന്ന്. പക്ഷേ വഖഫ് ബോർഡിന് PSCക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഹലാലിന്റെ വിവാദം ഇവിടെ ഉണ്ടായല്ലോ. ആ ഹലാലിന്റെ വിവാദം ഉണ്ടായപ്പോൾ തലശ്ശേരിയിലെ മുസ്ലിം പേരുള്ള ഷംഷീർ എന്ന് പറയുന്ന MLA പറഞ്ഞത് എന്താ? ഇവിടെയുള്ള മുസ്ലിങ്ങളായ കടകൾക്ക് മുസ്ലിം സംഘടനാ നേതാക്കന്മാർ നിർദ്ദേശം കൊടുക്കണം, അവരുടെ കടകളിൽ നിന്ന് ഹലാലിന്റെ ബോർഡ് പിൻവലിക്കണമെന്ന്. യഥാർത്ഥത്തിൽ പ്രശ്നം അതാണോ? ഹലാലിന്റെ ബോർഡ് മുസ്ലിങ്ങൾ വെച്ചതാണോ ഇവിടെ പ്രശ്നം? മുസ്ലിങ്ങൾ ഹലാൽ ബോർഡ് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നതാണോ യഥാർത്ഥത്തിൽ ഹലാൽ വിവാദമാകാനുള്ള കാരണം? അതിന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി ഇസ്ലാം വിമർശനങ്ങൾ
ഇവിടെയുള്ള CPM ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹസനും കുഞ്ഞാലിക്കുട്ടിയും അമീറുമാണ് കേരളത്തിൻ്റെ ഇവിടെയുള്ള പ്രതിപക്ഷത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞയാഴ്ച കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ശരീരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നു എന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് മുസ്ലിം ലീഗിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പരസ്യമായി പറയുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, മറിച്ച് വളരെ കൃത്യമായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചുറപ്പിച്ച് ഇന്ന വാക്കുകളിലൂടെ പത്രക്കാരോട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രഖ്യാപനമായിരുന്നു യഥാർത്ഥത്തിൽ അത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം പോലും ഇവിടെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് പ്രതികൾ. അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഹാഗിയ സോഫിയ മസ്ജിദ് അവിടെ പള്ളിയാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മറുപടി പറയണം. സിറിയയിലും ഇറാഖിലുമൊക്കെ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ IS എന്ന് പറയുന്ന സംവിധാനം അമേരിക്കയുടെ തന്നെ സൃഷ്ടിയായിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സമരം നടന്നാൽ ആ സമരത്തിന്റെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഏറ്റവും ഒടുവിൽ കേരളയിൽ പദ്ധതി സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമരത്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഗെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വം പേര് ജീവിക്കുന്ന ഒരു ദർശനത്തിന്റെ വക്താക്കളാണ് ഇവിടെ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള വികസനത്തിന്റെ എതിർ നിൽക്കുന്നവർ എന്ന സ്വഭാവത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുകളിൽ എല്ലാ വിമർശനങ്ങളെയും വെച്ചുകെട്ടിക്കൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള പൊതുബോധത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ഈ പറയുന്ന സംഘപരിവാറിന്റെ അജണ്ടകളെക്കാൾ ഭീകരമായ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അജണ്ടകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദികൾ, ഭീകരവാദികൾ, മതരാഷ്ട്രവാദികൾ, അവർ സമാധാനം അപകടപ്പെടുത്തുന്നവർ എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ അന്ന് മുതൽ തുടങ്ങി വെക്കുന്ന ആരോപണമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താരോപണങ്ങളും ഉന്നയിക്കാം, പക്ഷേ ഇസ്ലാമിക പ്രസ്ഥാനം ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല. ഈ തളിപ്പറമ്പിന്റെ മണ്ണിലും ഇവിടുത്തെ MLA മന്ത്രിയുമായ സുഹൃത്ത് വളരെ കൃത്യമായി പറഞ്ഞു, RSSന്റെയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയം അപകടമാണ്. രണ്ടും ഇവിടെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളോട്, CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കുന്നവരോട് ഇതൊരു വെല്ലുവിളി കൂടിയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് ഭീകരവാദമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി 51 ഒരാളെയും വെട്ടിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഒരാൾക്ക് നേരെയും കത്തി ചൂണ്ടിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഭീകരവാദം നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരാളെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ അഴിമതിയും കൊള്ളയും നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിന്റെയോ രാജ്യദ്രോഹത്തിന്റെയോ ഒരു പ്രവർത്തനങ്ങളിലും ഇന്നേ വരെ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എടുക്കുകൊണ്ടല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ രംഗത്തുള്ള സ്വാധീനം കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിക പ്രസ്ഥാനം അങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല. ഈ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ വളരെ കൃത്യമായി മാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ബീഹാറിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് കാണാം. ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് DYFIയുടെ നേതാവ് വളരെ പരസ്യമായി ആർത്തട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 35 കൊല്ലം നിങ്ങൾ ഭരിച്ച പശ്ചിമ ബംഗാളിൽ റോഡുകൾ അവസാനിച്ചുകൊണ്ട് റോഡില്ലാത്ത ടാറിടാത്ത റോഡിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ കാലുകൾ അവസാനിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഇല്ലാത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട
പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങളോട് പറഞ്ഞു തരും. ഈ രാജ്യത്ത് കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ മതമോ അവരുടെ ജാതിയോ അവരുടെ ഭാഷമോ അവരുടെ വർഗമോ ഇതൊന്നും പരിഗണിക്കാതെ പച്ചക്കറിലുള്ള എല്ലാവരും മനുഷ്യരാണ് എന്ന ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് അടവ് നയമില്ല. അതിന് ഏതോ നിലക്ക് ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കാമെന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ വികലമായ തത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. സർഗാത്മകമായ മനോഹരമായ ഉന്നതമായ വഴികളിലൂടെ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ഇസ്ലാമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള, ലോകത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വേദഗ്രന്ഥത്തിലൂടെ പടച്ചതമ്പുരാൻ പൂർത്തീകരിച്ചു തന്നിട്ടുള്ള ഒരു ദർശനത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ മതരാഷ്ട്രവാദം ആരോപിക്കുമ്പോൾ ആ ആരോപണം നിങ്ങൾക്ക് ഇനിയും ഉന്നയിക്കാം. ഇസ്ലാമിനകത്തുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാഷ്ട്രവാദികൾ എന്ന് പറയുന്നതെങ്കിൽ ആ ആരോപണം നിങ്ങൾക്ക് ഇനിയും ഉന്നയിക്കാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി 15% മാത്രം മുസ്ലിങ്ങളുള്ള 85% മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും മുശ്രിക്കുകളും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു രാഷ്ട്രത്തെയാണ് ഈ ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ തുടർച്ചയായി 32 വർഷക്കാലം ഖുലഫാഉർ റാഷിദുകൾ ഈ ലോകത്ത് നടപ്പിലാക്കിയ, അതിൻ്റെയും തുടർന്ന് അമവികളും അബ്ബാസികളും സൽജൂക്കികളും മംലൂക്കികളും മംഗോളികളും അതുപോലെ തന്നെ ഉസ്മാനികളും ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ ഭരണകൂടങ്ങൾ ഈ രാജ്യത്ത് അല്പസ്വല്പ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നടപ്പിലാക്കിയിട്ടുള്ള ലോകത്തിന്റെ മാതൃകായോഗ്യമായ ഉട്ടോപ്യൻ ആശയമല്ല, പ്രായോഗികമായി നടപ്പിലാക്കിയ സംവിധാനത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാം മാനവികതയാണ് ഉൾക്കൊള്ളുന്നത്. ആ ഇസ്ലാം ലോകത്തിന്റെ വിമോചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഇസ്ലാം നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഇസ്ലാം മാനവികതയുടെ ഉജ്ജ്വലമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ മുന്നിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. ആ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ RSSുമായി നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ RSS ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വംശീയ ഉന്മൂലനത്തിന്റെ, ഇന്ന് മുസ്ലിങ്ങളെ അവർ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകളെയാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളെയാണ്, ദലിതുകളെയാണ്, ആദിവാസികളെയാണ്, പിന്നാക്ക വിഭാഗങ്ങളെയാണ്. മനുസ്മൃതിയുടെ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സവർണ ആധിപത്യം ഈ രാജ്യത്ത് നടപ്പിലാക്കുക എന്ന ഒരൊറ്റ രാഷ്ട്രീയ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന RSS ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന വംശീയതയുടെ, വിദ്വേഷത്തിന്റെ, വർഗീയതയുടെ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് മതരാഷ്ട്രവാദമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയും. ആ മതരാഷ്ട്രവാദമല്ല ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി ഞാൻ ആഗ്രഹിക്കുന്നത് രാമരാജ്യത്തിന് വേണ്ടി വാദിച്ച അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ലോകത്തിന് അങ്ങനെ ഒരു മാതൃകയാണ് ഇസ്ലാം സമർപ്പിച്ചിട്ടുള്ളത്. ആ ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ ഇസ്ലാമിനെ അപകടകരമാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ ഇസ്ലാം തീവ്രവാദവും ലോകത്ത് കുഴപ്പവും ഉണ്ടാക്കുന്ന ദർശനമാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന്, ഇസ്ലാമിന് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുകയും വസ്തുതാപരമായി ഇസ്ലാമിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും പക്ഷത്തു നിന്ന് അതിൻ്റെ ലേഖനങ്ങളിലൂടെ, അതിൻ്റെ സാഹിത്യങ്ങളിലൂടെ, അതിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, അതിൻ്റെ സോഴ്സുകളിലൂടെ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാവണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തിലുള്ള നല്ലവരായ നാട്ടുകാരോട്, നല്ലവരായ സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാ സഹോദരന്മാർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.